നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ചില്ലി പോർക്കും എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതേപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടുകാരുടെ ഒപ്പമാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചില്ലി പോർക്കും മറ്റുള്ള ഐറ്റംസും ഒക്കെ കൂടി ഉണ്ടാക്കാൻ പോകണം. നമുക്ക് ഒത്തൊരുമിച്ച് അടുക്കളയിലേക്ക് പോവാം. ഇത് അനിയനാണ് ഇഞ്ചി നന്നാക്കണ ആള്. അനിയന്റെ വൈഫ് സവോള നന്നാക്കുന്നു. അതേപോലെ തന്നെ പെങ്ങള് സവോള നന്നാക്കുന്നു. ഭദ്ര എന്റെ മോളാണ് വെളുത്തുള്ളി അതാക്കണ്. ഇത് പ്രിയ വൈഫാണ് വെളുത്തുള്ളി അതാക്കുന്നു. അനിയന്റെ മോൻ കൈവയ്ക്കണമെന്ന് നീ കൈവയ്ക്കെന്ന് അനിയന്റെ മോൻ കേശു. ഇത് ഇരിക്കുന്ന ആള് എന്റെ മോനാണ് അപ്പുക്കുട്ടൻ. ഇത് അനിയന്റെ മോളാണ്. പേര് പറ അപ്പൊ നമ്മള് പോർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ കുക്കറിലിട്ട് ഒരു 3 വിസിലടിക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, കുറച്ച് സോയാബീൻ സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് സോയാബീൻ സോസ് ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ സോയാബീൻ സോസ് ഒഴിച്ചു കൊടുക്കണം. അതിനകത്തേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാവും. ഇനി നേരെ നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഒരു 3 വിസിലടിക്കാം. നമ്മുടെ പോർക്ക് 3 വിസില് അടിച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേവരുത്, കട്ട് ചെയ്തെടുക്കുന്ന വിധത്തിൽ വേവണം. നമുക്ക് ഇത് ഒരു പീസ് എടുത്ത് നോക്കാം. അയക്കണ്. അപ്പോൾ നമുക്ക് പോർക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇത് 10 പീസ് എടുത്തിട്ട് കത്തിച്ച് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉപയോഗിക്കുന്നത് 1 കിലോ ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. കുറച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. എൻ്റെ വീട്ടിലുണ്ടാ. പിന്നെ ഈ എണ്ണ വേറെ ഒന്നിനും അധികം ഉപയോഗിക്കാൻ പറ്റില്ല. പോർക്ക് മാത്രം ഫ്രൈ ചെയ്യാനേ പറ്റുള്ളൂ. വേറെ കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. എണ്ണ ചൂടാവട്ടെ. ആദ്യം പോർക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുള്ള കോട്ടിങ് റെഡിയാക്കാം. നമുക്ക് ആദ്യം ഒരു മുട്ട വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. ഒരു 100 ഗ്രാം മൈദ ഇട്ടിട്ട് അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയാണ്. കോൺഫ്ലവർ, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്. അതേപോലെ തന്നെ കാശ്മീരി ചില്ലി 1 ടീസ്പൂണ്. ചില്ലി പേസ്റ്റ്, കുറച്ച് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം റെഡി ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പോർക്ക് കട്ട് ചെയ്ത് പോർക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. എണ്ണ നല്ല ചൂടായി കിടക്കാണ്. നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട്, പോർക്ക് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ഇതിൻ്റെ പതിപ്പിക്കാം.
ചില്ലി പോർക്കിന് വേണ്ട സബോള കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് ഇതേപോലത്തെ. നമ്മളൊരു ഓരോ 1.5 കിലോ സബോള എടുത്തിട്ടുണ്ട്. ഒരു 4 ക്യാപ്സിക്കം, ഒരു 1/2 കിലോ ഉണ്ട് 4 ക്യാപ്സിക്കം. നമുക്കത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അമ്പത് ഇഞ്ചിയും അതേപോലെ തന്നെ 50 വെളുത്തുള്ളി. ഇത് നന്നായിട്ട് കീമ ചെയ്തെടുക്കണം. അപ്പം നമുക്കത് പയ്യത് കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറിയ പൗഡർ പോലെയാക്കി കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി നന്നായിട്ട് കീമ ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ചെയ്യണം. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആദ്യം ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കീമ ചെയ്തിട്ടത് ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ക്യാപ്സിക്കും സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആക്കാം. നമ്മളൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അജിനാമോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി പോർക്കൊക്കെ ഇട്ടുമ്പോൾ ആ അജിനാമോട്ടയും സോസൊക്കെ വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെ പേര് 1/4 ടീസ്പൂണ് അജിനാമോട്ട, ഒരു ഫുൾ ടീസ്പൂണ് കുരുമുളക് പൊടി. എരിവത്തിരി കുറച്ചുണ്ടാക്കണം കേട്ടോ പിള്ളേരുള്ളതിൻ്റെ പേരിൽ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കളർ ഇട്ട് കൊടുക്കണ്ടു, റെഡ് കളർ. ഒരു 4 ടീസ്പൂണ് കണക്കാക്കിയിട്ടാണ് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി ഉണ്ടോ. ഒരു ടീസ്പൂൺ പഞ്ചസാര. ഇനി നന്നായിട്ട് മിക്സ് ആക്കാം. ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം പോർക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓണിയൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് പോർക്കിലേക്ക് ഉള്ളതാണ്. ഇത് മതി. അതേപോലെ തന്നെ 2 ചെറിയ പീസ് സല്ലറി, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം. സല്ലറി സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അവസാന ടച്ചിങ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ട 2 കിലോ അരി എടുക്കണേ. 2 കിലോ ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് റൈസാണ്. അപ്പോൾ നമുക്കിത് കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ട അരി നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ട വെള്ളം നമുക്ക് ബോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് റൈസ് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ റെഡിയാണ്. നമ്മളൊരു 6 ലിറ്റർ വെള്ളത്തിലാണ് ഈ റൈസ് ബോയിൽ ചെയ്തെടുക്കുന്നത്. വയ്ക്കാം.
ഇതേപോലത്തെ അടുപ്പ് എല്ലാ വീട്ടിലും ഉപകാരപ്രദമാവും. അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ വെക്കാം നമുക്ക് വീട്ടിലൊക്കെ വെക്കണമെങ്കിൽ. ഇതിലൊക്കെ വെക്കുമ്പോൾ ഒരുപാട്. അപ്പോൾ നമ്മുടെ വെള്ളം ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ച് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. 2 കിലോ റൈസാണ്. അതിനകത്ത് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം, റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്, നമുക്ക് അതിനകത്ത് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ലെമൺ ഇട്ടാലും കുഴപ്പമില്ല, വിനീഗർ ആയാലും കുഴപ്പമില്ല. കുറച്ച് വിനീഗർ, ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ഏകദേശം വേവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ബോയിലായിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുക്കാം. അടുപ്പ് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ തുണി വെച്ചിട്ട് നേരെ നദിക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 100 ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഫ്രൈഡ് റൈസ് അടിക്കാനായിട്ട്. ബട്ടർ, നമ്മളൊരു 5 മുട്ട ഇട്ടിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയാണ്. അതിനധികം ബീൻസ് ഇട്ട് കൊടുക്കാം. സബോളയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ അതിന് മുന്നേ നമ്മൾ ബീൻസ് ഇട്ട് കൊടുത്തായിരുന്നു കട്ട് ചെയ്തത്. നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇളക്കി കൊടുക്കാം. പയ്യൊന്ന് ഇളക്കി കൊടുക്കാം. തീയൊന്ന് കുറച്ചിടാം. മതിയാവില്ല അല്ലേ? ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ചെയ്ത കുരുമുളക് പൊടി കുറച്ച് ചില്ലി സോസ്, സോയാബീൻ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സല്ലറി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അതിട്ട് ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മതി കേട്ടോ, മതി കേട്ടോ. എല്ലാവരും ശരിക്കും കൂടെ മൊത്തം കൈയെടുക്കും. സൂപ്പറായിരുന്നു. ഇതെന്റെ അച്ഛനാണ്. അച്ഛന്റെ പേര് സത്യവ്രതൻ. ഇതെന്റെ അമ്മ. അമ്മയുടെ പേര് ഓമന. എങ്ങനെയുണ്ട് അച്ഛാ ഫുഡ് ഉണ്ടാക്കിയത്? ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഫുഡാ. എൻ്റെ മോൻ കൊല്ലം തോറും വീട്ടിൽ വരും. അന്ന് ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പേരക്കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് ഭദ്രയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കും. തിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് അച്ഛച്ചി നാളെയും വെക്കണം എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. എന്നിട്ട് ഞങ്ങൾ തിരികെ വെക്കും.
പിന്നെ മോനുള്ളപ്പോൾ വെച്ച് തരും. അതൊക്കെ ഞങ്ങൾ കഴിക്കും. എൻ്റെ ഓമനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അതേ കഴിക്കും. ഇത് കണ്ട അത് തീരാറായി. മോൻ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം വരെ നല്ല ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വല്ല പരിപ്പ് കറിയാ ചമ്മന്തിയാ എന്തെങ്കിലുമൊക്കെ കൂട്ടി ഞങ്ങൾ ചോറിന്. നിങ്ങൾക്ക് ഇഷ്ടമായ? മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.